ഹലോ മിസ് ബറീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുഷ. ഞാനിവിടെ ഷാർജയിലാണ് താമസിക്കുന്നത്. നാട്ടിൽ കോട്ടയത്താണ് എൻ്റെ വീട്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഈസി ടു യൂസ് ഓൺലൈൻ സ്ക്രീൻ റെക്കോർഡർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ പേരെന്താന്ന്. സ്ക്രീൻകാസ്റ്റ് എന്നാണ് നമ്മുടെ ഓൺലൈൻ സ്ക്രീൻ റെക്കോർഡറിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ ഏതൊരു ഭാഗവും നമുക്കിത് യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ആ ക്യാപ്ചർ ചെയ്ത ഭാഗത്തിന് നമുക്ക് സൗണ്ട് കൊടുക്കാനും പറ്റും. ഇതിന് 2 വേർഷൻ ഉണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് നമ്മളിത് സെർച്ച് ചെയ്യുമ്പം നമുക്ക് ഫ്രീ വേർഷനും കാണാനായിട്ട് പറ്റും, അതുപോലെ തന്നെ പെയ്ഡ് വേർഷനും കാണാൻ പറ്റും. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഫ്രീ വേർഷനെ പറ്റിയാണ്. ഇപ്പം കുട്ടികൾക്കെല്ലാം ലേണിംഗ് ആണല്ലോ അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരിക്കുമല്ലോ ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസിൽ കൂടുതലായിട്ടും പവർ പോയിന്റ് പ്രസന്റേഷൻസും അതുപോലെ തന്നെ പ്രിന്റബിൾ വർക്ക്ഷീറ്റ്സ്, നോട്ട്സ് ഇതെല്ലാം കാണുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഈ പവർ പോയിന്റിന് അവരുടെ അമ്മമാരുടെ സൗണ്ട് ആണെങ്കിലോ അതവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ പഠിക്കാൻ വേണ്ടി. അമ്മമാരുടെ സൗണ്ട് മാത്രമല്ല, നമുക്ക് അച്ഛന്മാരുടെ സൗണ്ടും കൊടുക്കാം കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മൾ പവർ പോയിന്റിനൊക്കെ സൗണ്ട് കൊടുക്കുന്നതെന്ന് നോക്കാം, അതും ഈ സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്ത്. അപ്പം നമുക്ക് ഒരു കൈ നോക്കാം അല്ലേ. അതിനു മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണിത് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. ഡൗൺലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ അതിനു വേണ്ടി ആദ്യം ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ നമ്മൾ screencast എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. screencast.com എന്നാണ് നമ്മുടെ സൈറ്റിൻ്റെ പേര്. ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ക്ലിക്ക് ചെയ്തു. അപ്പം നമുക്കിതാ ഇങ്ങനൊരു പേജ് വരും. ഈ പേജിൽ ഇത് കണ്ടോ, സ്ക്രീൻ റെക്കോർഡർ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡറിൻ്റെ മെയിൻ പേജ് കിട്ടും. ഇത് കണ്ടോ, ഇവർ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഈസി ടു യൂസ് ആണ്, നമുക്ക് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും സ്ക്രീൻ. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. ഇവിടെ കണ്ടോ, ലോഞ്ച് ഫ്രീ റെക്കോർഡർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതാണ് നമ്മുടെ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. അതിൽ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കണ്ടോ മറ്റൊരു ഓപ്ഷൻ, US ഇംഗ്ലീഷ്. ഇതുപോലെ പല ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. ഇതിൽ ഏത് ലാംഗ്വേജ് വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കറിയാവുന്ന ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം ആ ലാംഗ്വേജിലായിരിക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് വരുമ്പം അതിലെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ്. ദെൻ നമ്മൾ ലോഞ്ച് ഫ്രീ റെക്കോർഡർ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് ഈ സ്ക്രീൻ റെക്കോർഡർ ഡൗൺലോഡ് ആകും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇത് ക്ലിക്ക് ചെയ്ത് കാണിക്കാത്തത്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. റൺ ചെയ്യുക, ദെൻ ഓപ്പൺ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഈ സ്ക്രീനിൽ നമുക്കിവിടെ ഒരു ലൈൻ കാണാം അല്ലേ. ഈ ലൈൻ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സ്ക്രീൻ. ചിലപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഈ ലൈൻ കാണില്ല. അതിൻ്റെ അർത്ഥം ഇത് ഫുൾ സ്ക്രീൻ ആയിട്ട് കിടക്കുവാന്നാ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സൈസ് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സ്ക്രീനാണ്. ഇപ്പം നമുക്കൊരു പവർ പോയിന്റിന്റെ ഫസ്റ്റ് സ്ലൈഡിന് സൗണ്ട് കൊടുക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ നമുക്ക് ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇവിടെ ഒരു റെക്കോർഡ് ഓപ്ഷൻ കണ്ടോ, ഇതിൽ പ്രസ് ചെയ്താൽ നമ്മൾ അവിടെ കൊടുക്കുന്ന സൗണ്ട് റെക്കോർഡാകും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ കാണാം, സ്ക്രീൻ, വെബ്കാം, ബോത്ത്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സ്ക്രീൻ റെക്കോർഡറാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതിലെ ഈ സ്ക്രീൻ എന്നുള്ള ഓപ്ഷനാണ്. അപ്പം നമുക്ക് അവിടെയുള്ള പവർ പോയിന്റ് ഏതാണോ അവിടുത്തെ സ്ലൈഡും കാണും, നമ്മൾ കൊടുക്കുന്ന സൗണ്ടും നമുക്ക് കേൾക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ വെബ്കാം. വെബ്കാം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ആയിരിക്കും ഈ സ്ക്രീനിന്റെ ഭാഗത്ത് വരുന്നത്. നമ്മൾ സംസാരിക്കുന്നത് കുട്ടികൾക്ക് കാണാൻ പറ്റും, പക്ഷെ മറ്റു സ്ക്രീനൊന്നും കാണാൻ പറ്റില്ല. ബോത്ത് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൈപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു മൂലയ്ക്ക് നമ്മളെ കാണും അല്ലേ, എന്നിട്ട് സ്ക്രീനും കാണും. അപ്പൊ ഈ സ്ക്രീനിലായിരിക്കും നമ്മുടെ പവർ പോയിന്റ് കിടക്കുന്നത്, നമ്മൾ ആ മൂലയ്ക്ക്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് ഈ സ്ക്രീനിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, ദെൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പോസ് എന്നൊരു ഓപ്ഷൻ വരും. ആ പോസ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക്
അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വീഡിയോ തീരുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, അത് 15 മിനിറ്റ്സ് ആണ്, കാരണം ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട്. നമ്മൾ ഇനി അത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 പുതിയ ബട്ടൺ കാണും, ഒന്ന് ഡിലീറ്റും ഒന്ന് സേവിൻ്റെയും, അതായത് ഡൺ. നമ്മൾ ആ ഡണ്ണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫയൽ സേവ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത സാധനം ഡിലീറ്റ് ആയി പോവും. ഇനി നമുക്കത് എങ്ങനെ സേവ് ചെയ്യണം നോക്കാം. നമ്മൾ ഡൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ടാബ് വരും, ഓപ്ഷൻസ്. അതിൽ നമുക്ക് സേവ് ആസ് വീഡിയോ ഫയൽ, അപ്ലോഡ് ടു സ്ക്രീൻകാസ്റ്റോമെട്രി, ദെൻ അപ്ലോഡ് ടു യൂട്യൂബ്, ഇങ്ങനെ പല ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് സേവ് ആസ് വീഡിയോ ഫയൽ പ്രസ് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് ഒരു സ്ക്രീൻ വരും, വീഡിയോ ഫയൽസ്. അതിൽ ടൈപ്പ് MP4 കിടക്കും. ഫയൽ നെയിം നമുക്ക് ഏത് ഫയൽ നെയിമാണോ കൊടുക്കേണ്ടത് അതിവിടെ പ്രസ് ചെയ്താൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുപോലെ തന്നെ ഫോൾഡർ, കമ്പ്യൂട്ടറിലെ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ ഇവിടുന്ന് നമുക്ക് ബ്രൗസ് ചെയ്യാം. ദെൻ ഈ ഗ്രീൻ കളർ പബ്ലിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽ ഓട്ടോമാറ്റിക്കലി സേവ് ആകും. അപ്പോൾ ഈ പബ്ലിഷ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ ആദ്യം നമുക്ക് വരുന്നത് ഒരു ലോഡിംഗ് എന്നുള്ള പേജ് ആയിരിക്കും. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ എന്നുള്ള ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഇത് സേവ് ആയിക്കോളും. പിന്നെ എപ്പോൾ വേണേലും നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡറിൽ കയറിയാൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ ചാനൽ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം.